ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ പ്രഡിക്ഷൻ ലിസ്റ്റ് വന്നിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഇപ്രാവശ്യം ആരൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ളത്. ഫസ്റ്റ് തന്നെ രേണു സുധി. ഒരുപാട് പ്രഡിക്ഷൻ ലിസ്റ്റുകൾ ആയിട്ട് കുറേ വീഡിയോകൾ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. എല്ലാത്തിലും കാണാൻ പറ്റുന്ന ഒരാളാണ് രേണു സുധി. ആക്ട്രസോ? ഏത് ആക്ട്രസ്? ദാസേട്ടൻ്റെ കൂടെ റീൽ ചെയ്താൽ ആക്ട്രസ് ആകുമോ? അഭിനയിക്കുകയാണല്ലോ. അപ്പം ഓക്കെ. നെക്സ്റ്റ്, അഞ്ജന മോഹൻ. ഇവരെ ഞാൻ എവിടെയോ എന്റെ തോന്നലാവാം, എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. അഞ്ജന മോഹൻ ആക്ട്രസ്. നടിയാണല്ലേ. എന്തായാലും ഈ ഒരു പ്രായത്തിൽ തന്നെ ഒരുപാട് അതിമനോഹരമായിട്ടുള്ള ഒരുപാട് സിനിമകൾ ചെയ്യാൻ വേണ്ടി ചേച്ചിക്ക് സാധിച്ചിട്ടുണ്ട്. ബിഗ് ബോസിലേക്ക് വന്നാൽ നല്ലതായിരിക്കും. ഈ ഒരു പ്രൊഡിക്ഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ബിഗ് ബോസിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല ഗെയിമുകൾ കളിക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ്, പ്രശ്നേഷ് യൂട്യൂബർ. ടാങ്കിൽ ഇറങ്ങി നിൽക്കുന്ന ഫോട്ടോയും കറക്റ്റ്. ഇതാരാണ് പടച്ചു വിടുന്നത്? എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം പോലെ ആയിരിക്കില്ല ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ്. പ്രശ്നേഷ് ഉണ്ടെങ്കിൽ നല്ല ഡീപ്പ് ക്ലീൻ ആയിട്ട്, ഡെയിലി ഡീപ്പ് ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കും. അതിൽ യാതൊരുവിധ ഡൗട്ടും വേണ്ട. എന്തായാലും ഈ കഴിഞ്ഞ വർഷം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് ഈ ഒരു പ്രശ്നേഷ്. ആയതിനാൽ മിക്കവാറും വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നെക്സ്റ്റ്, ഞാനോ? ഞാനൊന്നും അറിയില്ലല്ലോ. എന്നിട്ട് പ്രഡിക്ഷൻ ആണല്ലോ, ഓരോരുത്തന്മാരുടെ പ്രഡിക്ഷൻ ആണ്. കുറെ ആളുകളുണ്ടല്ലോ സോഷ്യൽ മീഡിയയിലുള്ള, അവരൊക്കെ ഫോട്ടോ എടുത്തിട്ടായിരിക്കും. അഷ്കർ ടെക്കി യൂട്യൂബർ. അഷ്കിർ ടെക്കി അല്ലടാ, അഷ്കർ ടെക്കി AR. അതുപോലും എഴുതാറ്. ഇത് എവിടുന്നോ അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് കൊണ്ടുവന്ന് ഇൻസ്റ്റാഗ്രാമിലുള്ള ഫോട്ടോ ഇത് ഞാൻ അറിയുന്നില്ലല്ലോ. ഇതൊന്നും പ്രഡിക്ഷൻ ലിസ്റ്റില് ആര് പടച്ചു വിടുകയാണ് ഇതൊക്കെ? ഏതോ ഒരു റീല്, എന്താ ഷോർട്സ്, മറ്റേ ഒരുപാട് ഷോർട്സുകൾ ഉണ്ട്. അതിൽ ഒരുപാട് ആളുകളുണ്ട്. അതിലുള്ള 90% ആൾക്കാരും ഉണ്ടാവില്ല. ആരും പ്രതീക്ഷിക്കാത്ത ആളുകളാണ് ഉണ്ടാവുക. പക്ഷെ കുറച്ച് മുമ്പേ കാണിച്ച ആളുകളിൽ കുറച്ച് ആളുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഫീൽഡ് ഔട്ട് ആവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവണം. സീരിയലിലുള്ള കുറെ ആൾക്കാർ ഫീൽഡ് ഔട്ട് ആയിട്ടുള്ള ഒരുപാട് എണ്ണം വരാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നോക്കാം, നമുക്ക് കാണാലോ. ജാസി മോഡൽ. എന്ത് മോഡല്? ജാസിം വരാൻ ചാൻസ് ഉണ്ട്. കുറേ പ്രഡിക്ഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോയില് ജാസിനെ കണ്ടിട്ടുണ്ട്. എന്തായാലും കണ്ടറിയാം. പ്രശ്നേഷ്, അഷ്കർ ടെക്കി, ജാസി. നല്ല രസമായിരിക്കും. ഇത് ഈ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ഇതിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് അനുമോൾ RS കാർത്തു, ആർട്ടിസ്റ്റ്. അതൊരു നല്ല കാര്യം. അങ്ങനെ പുറത്തു നിന്നുള്ള ഒരാളെ കിട്ടിയല്ലോ. നെക്സ്റ്റ്, മസ്താനി, സെലിബ്രിറ്റി ഇന്റർവ്യൂവർ. മസ്താനി വരുമോ? കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ സെലിബ്രിറ്റി ഇന്റർവ്യൂവർ ആയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ വരുമായിരിക്കും എന്ന് വിചാരിച്ച് ആരോ ഫോട്ടോ എടുത്ത് ഇട്ടതാ. പക്ഷെ കുറെ സ്ഥലത്തുണ്ട് കേട്ടോ ഫോട്ടോ. ദിൽസിൽ M ഇക്ബാൽ, ഫിറ്റ്നസ് ട്രെയിനർ. എല്ലാ മേഖലയിൽ നിന്നും ഓരോരുത്തരുണ്ടല്ലോ. ദിൽസിൽ വരുവോ? കഴിഞ്ഞ പ്രാവശ്യം ജിൻഡോ കാക്കയായിരുന്നു. ജിൻഡോ കാക്ക കപ്പം കൊണ്ടുപോയി. എന്തായാലും നെക്സ്റ്റ്, ജാനകി ഓം. ഞാൻ ഓർക്കുന്നു, ഡോക്ടറെ കണ്ടല്ലേ മറ്റേ കഴിഞ്ഞ കുറച്ച് വർഷം മുമ്പ്. മറ്റേ ഈ ഏതായിരുന്നു മറ്റേ ഏതോ ഒരു പാട്ടില്ലേ,
എന്ത് വായി കിട്ടാത്തൊരു പാട്ടാ. അതിന്റെ ഒരു ഡാൻസ് കളിച്ചിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. ചാൻസ് ഉണ്ട്. ഡാൻസർ ജാനകി ഓം കുമാർ വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ വേറെ ഒരാളും കൂടി ഉണ്ടായിരുന്നു ഡാൻസ് കളിക്കണേ കൂടെ, പേര് മറന്നുപോയി. എന്തായാലും നേരത്തെ എന്റെ ഫോട്ടോയോ അങ്ങനെ കുറെ എണ്ണത്തിന്റെ കാണിച്ച പോലെ അല്ല, ഇതൊക്കെ ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട്. ഫൗസിയ റഷീദ് സിംഗർ എവിടെയോ കണ്ടുണല്ലോ. ഏത് സിംഗർ? ഫൗസിയ റഷീദ്. എന്തായാലും വരുമ്പോ കാണാം നമുക്ക്. നെക്സ്റ്റ്. ഞാൻ പ്രതീക്ഷിച്ചതാ. ബ്ലോഗറോ? ഇതെല്ലാം കൂടെ നമ്മന്റെ നെഞ്ചത്തേക്കാണല്ലോ. ഇത് മറ്റേ ഇതല്ലേ, എന്തായിരുന്നു, റിവ്യൂവർ. റിവ്യൂവർ അലൻ ജോസ് പെരേര, സൂപ്പർ സ്റ്റാർ അലൻ ജോസ് പെരേര, അങ്ങനെയൊക്കെ ഒന്ന് കൊടുക്കണ്ടേ. അലൻ ജോസ് പെരേര വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ, കാരണം അതങ്ങനെയാണ്, ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്. മെഹർ ഫാത്തിമ സെലിബ്രിറ്റി ഇന്റർവ്യൂവർ. അപ്പൊ നേരത്തെ സെലിബ്രിറ്റി ഇന്റർവ്യൂ മറ്റേ മസ്താനി, മെഹറിന് ഉണ്ടെങ്കിൽ എന്തായാലും മറ്റേ വാവ സുരേഷ്, സൂപ്പർ വാവ ഉണ്ടാവും. വാവ സുരേഷ് എന്നായി പോയി, സൂപ്പർ വാവ ഉണ്ടാവും മിക്കവാറും. എന്തായാലും നെക്സ്റ്റ്. വിശ്വദേവ് റാപ്പ് സിംഗർ. വിശ്വ മ്യൂസിക്കും അസ്കർ ടക്കി, പ്രശ്നേഷ്, അലൻ ജോസ് പെരേര. അതൊരൊന്നൊന്നര ബിഗ് ബോസ് ആയിരിക്കും, ചരിത്രമായിരിക്കും. വിശ്വദേവ്, വിശ്വ മ്യൂസിക് 100 ദിവസം അടിയായിരിക്കും. അടിയില്ലാത്ത ഏതെങ്കിലും സമയങ്ങൾ, ഏതെങ്കിലും മിനിറ്റുകൾ ഉണ്ടെങ്കിൽ വലിയ അത്ഭുതം. നെക്സ്റ്റ്. പ്രണവ് കൊച്ചു. മറ്റേ കാറുമായിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതേപോലെ ഫോർച്യൂണറും കൊണ്ടായിരിക്കും ചിലപ്പോൾ എൻട്രി. ബ്ലോഗർ കറക്റ്റ് ആണ്. നാഗ സുൽത്താൻ ബ്ലോഗർ. നാഗ ചേച്ചിയോ? ഇത് ആരാടാ ഈ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയത്? ഇനി വരുമോ നാഗചേച്ചിയൊക്കെ? വരുമോ? നെക്സ്റ്റ്. ഉണ്ണിക്കണ്ണൻ. ഉണ്ണിക്കണ്ണൻ മംഗൾ ഡാം. ഉണ്ണിക്കണ്ണൻ മംഗൾ ഡാമിന്റെയും കാര്യത്തിൽ ഡൗട്ടാണ്. ഇതിപ്പോ എല്ലാവരുടെ കാര്യത്തിലും ഡൗട്ടായല്ലോ. എല്ലാവരും ഓരോ പ്രശ്നത്തിലും, കഴിഞ്ഞ വർഷം ഓരോ കാര്യങ്ങളിൽ കുറച്ച് ആളുകളുടെ ഇടയിൽ ചർച്ചയായിട്ടുള്ള ആളുകളാണ് ഇതൊക്കെ. എന്തായാലും നോക്കാം നമുക്ക്. എല്ലാം ഡൗട്ടായി. നിളാനമ്പ്യാർ. നിളാനമ്പ്യാരെ കഴിഞ്ഞ വർഷം എന്തെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടായിരുന്നോ? റോഷൻ അബ്ദുൽ റൌഫ് ആക്ടർ. റോഷൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ റോഷന് വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നിങ്ങൾ തുടക്കത്തിലേ കണ്ടിട്ടുള്ള അഷ്കർ ടെക്കി എന്ന് പറയുന്ന യൂട്യൂബർ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു. ആരോ എടുത്ത് ഫോട്ടോ ഇട്ടതാണ്. ഇതാ കണ്ടോ, വേറെ പ്രണവ് കൊച്ചു ഒരാള് ഇങ്ങനെ ഫോട്ടോ എടുത്ത് ഇട്ടിട്ടുണ്ട്. മഷൂറ ബഷീർ. ബഷീർ ഉണ്ടായിരുന്ന ആദ്യം. മഷൂറ ബഷീർ ഉണ്ടാവുക. പ്രഡിക്ഷൻ ലിസ്റ്റ്. സൂപ്പർ വാവയും മെഹറിനും, രേണുസുതിയും, അനുമോള്, പിന്നെ കൊച്ചു, കുറെ ആളുകൾ ഉണ്ട്. ബോച്ചയൊക്കൊന്നും അതിന്റെ ആവശ്യമില്ലല്ലോ, ഉള്ള പേരും കൂടി പോവൂലേ. കണ്ടോ, പ്രശ്നേഷൊക്കെ എല്ലാത്തിലും ഉണ്ട് ട്ടാ. നിള നമ്പ്യാരുണ്ട്, ബിനീഷ് ബാസ്റ്റിൻ, അനുമോള്, ഒരുപാട് ആളുകൾ ഇങ്ങനെ. അരുൺ നായർ, രേണുസുതി. എല്ലാത്തിലും രേണുസുതി ഉണ്ടാ, എല്ലാത്തിലും ഉണ്ട്. ഇനി വരുമോ? ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രഡിക്ഷൻ ലിസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വരും ഫോട്ടോസ്.
കുറേ ആളുകളുടെ എല്ലാവരും കൂടി കൂട്ടി ഒരു 100-500 ആൾക്കാരുണ്ട്. ഇതൊന്നും കൂടി അതിൽ കൊള്ളൂല. ആകെ 10-15 ആളാ, 18 ആളെങ്ങാനല്ലേ ഉള്ളൂ അല്ലേ? അപ്പൊ നമ്മൾ കാണിച്ചിട്ടുള്ള ആളുകളിലൊക്കെ ചില ആളുകൾ വരാൻ ചാൻസ് ഉണ്ട്. രേണുസുതിയൊക്കെ കുറേ ആളുകൾ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്, കുറേ വീഡിയോയിലുണ്ട്. അതേപോലെ അലൻ ജോസ് പെരേര ഉണ്ട്. അങ്ങനെ കുറേ ആളുകളുടെ ഫോട്ടോ അങ്ങനെ കുറേ ആളുകൾ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതായത് നമ്മളിപ്പോൾ കാണിച്ച ആളുകളിൽ കഴിഞ്ഞ വർഷം കോൺട്രവേഴ്സിയിൽ ഉണ്ടായതും പിന്നെ കുറച്ച് ഫീൽഡ് ഔട്ട് ആയിട്ടുള്ള സീരിയൽ ആക്ട്രസും പിന്നെ അങ്ങനെ കുറച്ച് ആളുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമോ എന്ന്. ഓക്കെ, അപ്പം ബിഗ് ബോസ് തുടങ്ങിയാൽ നമ്മൾ സജീവമായിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.